ഓക്കെ, നമ്മളിപ്പം എന്താണ് SQLite വെച്ചിട്ടുള്ള CRUD ഓപ്പറേഷനാണ് നോക്കിയതല്ലേ. ഇനി നമുക്ക് mysql ഡേറ്റാബേസ്, ജാങ്കോയിൽ ഇൻബിൽറ്റ് അല്ലാത്ത mysql ഡേറ്റാബേസ് എങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സിൽ വന്നിട്ട് ഡേറ്റാബേസിൽ അവിടെ എഡിറ്റ് ചെയ്യണം. SQLite 3 മാറ്റിയിട്ട് mysql ആക്കുക. അതിനുശേഷം നമുക്കിവിടെ നെയിമും അതെല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നെയിം എഡിയൂർന്ന് പറഞ്ഞ് ഒരു ഡേറ്റാബേസ് നെയിം ക്രിയേറ്റ് ചെയ്യുന്നു. നെയിം ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ സിംഗിൾ കോഡ്സിലെ നെയിം, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കോഡ്സിനപ്പുറത്ത് എന്താ സിംഗിൾ കോഡ്സിൽ എഡിയൂർന്നും പറഞ്ഞ് കൊടുത്തു, ഫുൾ കോളൻ ഇപ്പുറം. അടുത്തത് നമുക്കിപ്പം ഏത് റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ക്യാപ്സ് ലോക്കിൽ റൂട്ട്, ഏത് റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫുൾ കോളൻ സിംഗിൾ കോഡ്സിൽ നമ്മൾ യൂസറാണ് യൂസ് ചെയ്യുന്നത്, കോമ. അടുത്തത് നമ്മൾ പാസ്വേഡ് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പാസ്വേഡിന് മുന്നേ നമുക്ക് ഹോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഹോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുകയാണ്. ഹോസ്റ്റ് നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡേറ്റാബേസിന് ഒരു പേര് കൊടുത്തു, പിന്നെ റൂട്ട് യൂസർ ആണെന്ന് കൊടുത്തു, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റാണ്. അടുത്ത ഇനി എന്താണ് പാസ്വേഡ് എന്നുള്ളത്. പാസ്വേഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ എംപ്റ്റി ആക്കി ഇട്ടേക്കാം. ഇനി നമുക്ക് പോർട്ട് നമ്പറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളുടെ mysqlന് ഒരു പോർട്ട് നമ്പർ ഉണ്ട്. ആ പോർട്ട് നമ്പർ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. 3306 ഇതാണ് mysqlൻ്റെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ സെറ്റിങ്സിൽ mysql ഡേറ്റാബേസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്, നമ്മളിവിടെ SQLite 3 എന്നുള്ളത് എഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നെയിം എഡിയൂർ എന്ന് വെച്ചാൽ നമ്മളുടെ ഡേറ്റാബേസിൻ്റെ നെയിം, റൂട്ട് യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, പാസ്വേഡ് നമ്മൾ എംപ്റ്റി ആക്കിയിട്ട് കൊടുത്തു, ഒന്നും കൊടുത്തിട്ടില്ല. പോർട്ട് നമ്പർ 3306 ആണ് mysqlൻ്റെ. ഇനി നമുക്ക് എന്താണ്, പുതിയൊരു ഡേറ്റാബേസ് നമ്മൾ സാമ്പ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് സാമ്പ് കൺട്രോൾ പാനൽ. ഇതിൽ അപ്പാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് mysql നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് mysqlൻ്റെ അഡ്മിൻ, ഇതാണ് നമ്മളുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്, mysqlൻ്റെ ഡേറ്റാബേസ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തല്ലോ, എഡിയൂർ എന്ന് പറഞ്ഞുള്ള ഡേറ്റാബേസ്. ആ ഒരു ഡേറ്റാബേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ mysql ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സാമ്പ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ mysqlനകത്ത് പ്രോജക്റ്റ് റൺ ചെയ്യാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ എറർ അടിക്കും. ഇപ്പം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് എന്താണെന്നുള്ളത് ന്യൂവിൽ ക്രിയേറ്റ് ഡേറ്റാബേസിൽ പറഞ്ഞു കൊടുക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് എഡിയൂർ എന്ന് പറഞ്ഞ ഡേറ്റാബേസിൽ വന്നതിന് ശേഷം നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്, മേക്ക് മൈഗ്രേഷനും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുവാണ് python manage.py മേക്ക് മൈഗ്രേഷൻസ് ചെയ്യുന്നു. നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നു. പാസ്വേഡൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളെന്താ, നമുക്കിവിടെ ഒരു എറർ പറ്റിയിരുന്നു. നമുക്കിവിടെ തിരിച്ചായിരുന്നു കൊടുക്കേണ്ടത്. യൂസറാണ് റൂട്ട്, അതായിരുന്നു എറർ. ഓക്കെ, നമുക്ക് മൈഗ്രേറ്റ് കൊടുക്കാം. നമുക്ക് മൈഗ്രേഷൻസ് ഒക്കെ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളുടെ ഡേറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടേബിൾ ഫീൽഡ് വന്നിട്ടുണ്ട് ഇല്ലേ. നമ്മൾ എഡിയൂർ എന്ന ആപ്പിനകത്താണ് നമ്മൾ ആപ്ലിക്കേഷൻ നെയിം, രജിസ്റ്റർ എന്നാണ് നമ്മളുടെ മോഡൽ നെയിം. അത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിൽ വന്നു. അപ്പോഴേ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇവിടെ റൂട്ട് കൊടുത്താൽ തിരിഞ്ഞു പോയിരുന്നു. നമുക്ക് യൂസറാണ് റൂട്ട്, നെയിം നമ്മളുടെ ഡേറ്റാബേസ് നെയിം, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, പാസ്വേഡ് എംപ്റ്റി ആക്കി കൊടുത്തു, പോർട്ട് 3306. ഇനി നമുക്ക് റൺ ചെയ്തിട്ട് ഡേറ്റാബേസിൽ ഡേറ്റാസ് സേവ് ചെയ്ത് നോക്കാം.
നമ്മൾ നേരത്തെ SQLite 3 വെച്ചിട്ടായിരുന്നു ഡേറ്റാബേസിൽ ഡേറ്റ സേവ് ചെയ്തത് വ്യൂ ഫംഗ്ഷൻ വെച്ചിട്ട്. നമ്മളിവിടെ ഫംഗ്ഷനൊക്കെ സെയിം തന്നെയാണ്, ചേഞ്ച് ഒന്നും വരുത്തണ്ട, ജസ്റ്റ് ഡേറ്റാബേസ് കണക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. നമുക്കിവിടെ ഡേറ്റാസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളൊരു ഡേറ്റ ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ അടുത്ത ഡേറ്റ ആഡ് ചെയ്യുകയാണ്. സബ്മിറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഡേറ്റാബേസിൽ ഡേറ്റാസ് സേവ് ആയിട്ടുണ്ടോ നോക്കാതാണ്ട് നമുക്ക് 2 ഡേറ്റാസും സേവ് ആയിട്ടുണ്ട്. ഇതേപോലെയാണ് MySQL ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേറ്റാസ് സേവ് ചെയ്യുന്നത്. വേറെ ഒന്നും നമ്മൾ ചേഞ്ചസ് നേരത്തെ പോലെ വരുത്തിയില്ല. സെറ്റിങ്സിൽ ജസ്റ്റ് നമ്മൾ ഡേറ്റാബേസ് എന്താണെന്ന്, അതിൻ്റെ നെയിം എന്താണ്, യൂസർ എന്താണ്, ഹോസ്റ്റ്, പാസ്വേഡ്, പോർട്ട് നമ്പർ മാത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ SQLite 3 ചെയ്ത സെയിം തന്നെയാണ്. വ്യൂ ഫംഗ്ഷനകത്ത് സേവ് ചെയ്യാനുള്ള ഡേറ്റാസ് കൊടുത്തു. അതിനുശേഷം എന്താണ്, നമ്മൾ ഡേറ്റാസ് സേവ് ചെയ്തെടുത്തു. അടുത്ത ഇനി നമുക്ക് ഈ സേവ് ചെയ്ത ഡേറ്റാസ് റീഡ് ചെയ്തെടുക്കാനുള്ള കോഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹോം പേജിൽ എല്ലാ ഒബ്ജക്ട്സും നമുക്ക് കാണണം എന്നുള്ളത്. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഹോം പേജിലായിരിക്കില്ല നമ്മൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റാസ് എല്ലാം കാണുന്ന ആരായിരിക്കും, ആ ഒരു വെബ്സൈറ്റിൻ്റെ ഓണർ, അഡ്മിൻ ആയിരിക്കും കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റ പേജ് എടുക്കുമ്പോഴത്തേക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും ഡീറ്റെയിൽസ് അല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്, അതൊരു യൂസർ പേജാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോം പേജിനകത്ത് റീഡ് ചെയ്യാനുള്ള കോഡ് എഴുതിയത്. ഇനി നമ്മളിപ്പം ഡേറ്റാസ്, ഇപ്പം നമ്മൾ ഡേറ്റാബേസിൽ എൻറ്റർ ചെയ്ത ഡേറ്റാസ് ഹോം പേജിനകത്ത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ 2 ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ട് ജാങ്കോ പ്രൊജക്റ്റിൽ SQLite 3 യൂസ് ചെയ്ത് CRUD ഓപ്പറേഷനും MySQL യൂസ് ചെയ്തിട്ട് ക്രിയേറ്റും റീഡും നമ്മളിപ്പം നോക്കിയിട്ടുണ്ട്.